റെക്കോർഡ് ഓൺ ചെയ്യാൻ പറയും. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. രബിത, വീഡിയോ ഓൺ ചെയ്തിട്ട് പാരായണം തുടങ്ങിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഓഫ് ചെയ്യൂ. സുഹാസിനി വീഡിയോ ഓഫ് ചെയ്യൂ. സായിരാം. രബിത, സായിരാം. വീഡിയോ ഓൺ ചെയ്തിട്ട് പാരായണം തുടങ്ങിക്കുള്ളൂ. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. എന്റെ പേര് രബിത, മഞ്ചേരി സമിതി. കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. ഭർത്താവും 3 കുട്ടികളാണ് എനിക്കുള്ളത്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇന്ന് തൃക്കാർത്തിക ദിവസമാണ്. അതേപോലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തില് ഭഗവതിയുടെ പിറന്നാളാണ് ഇന്ന്. അതേപോലെ എന്റെ മോന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. പിന്നെ അതിലും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മഞ്ചേരി 1964 ഡിസംബർ 13 സ്വാമി ഭഗവാൻ ശ്രീ സത്യസായി ബാബ മഞ്ചേരിയില് പ്രത്യക്ഷപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. 60 വർഷമായി സ്വാമി വന്നിട്ട്. സ്വാമി കോഴിക്കോട് നിന്ന് ഇന്ത്യൻ മോട്ടോർ എന്ന ബസ്സില് മഞ്ചേരി വന്നിറങ്ങി. അത് കണ്ട ഒരുപാട് പേരുണ്ട്. സ്വാമി നേരെ പോയത് റാവു ഫാമിലിന്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് ഒത്തിരി ഭക്തന്മാർ അവിടെ സന്നിധരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സ്വാമി മടങ്ങുകയാണ് ഉണ്ടായത്. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അന്ന് എന്റെ അച്ഛന് 11 വയസ്സായിട്ടേ ഉള്ളൂ. അച്ഛനും കൂടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്വാമി കാണാൻ പറ്റില്ല. പക്ഷേ സ്വാമി നടന്ന വഴിയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സായിരാം. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് സ്വാമി സ്റ്റുഡൻസ് സ്വാമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് നമ്മുടെ സ്വാമി കൊടുക്കുന്ന മറുപടിയുമാണ്. ചോദ്യം: സ്വാമി, അസൂയ, ശത്രുത, അഹങ്കാരം, അഭിമാനം തുടങ്ങിയ ദുർവികാരങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ എപ്പോൾ ഉണ്ടാകും? ഇതിൽ നിന്നും രക്ഷ നേടുവാൻ എങ്ങനെ കഴിയും? ഇതിൽ സ്വാമി വളരെ ലളിതമായിട്ടാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ എല്ലാ ദുശ്ചിന്തകൾക്കും കാരണം ശാരീരിക, അതായത് ദേഹോഹബോധം തന്നെ. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ജനിച്ചു. ഈ മനോഭാവം മറ്റുള്ള നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല. നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. ചെറിയൊരു സായിരാം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഉണ്ടെന്ന് കരുതുക.
ഒരു പ്രത്യേക അവസരത്തിൽ നിങ്ങൾ ഒരു റോസാ പുഷ്പം അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുമെന്ന് കരുതുക. ആ സുഹൃത്ത് വളരെ സന്തുഷ്ടനാകും. ആ പുഷ്പം നിങ്ങളുടെ പ്രേമത്തിന്റെ, ആദരവിന്റെ പ്രതീകമായി സുഹൃത്ത് കാണും. കഷ്ടകാലത്തിന് ചില പ്രത്യേക കാരണങ്ങളിൽ നിങ്ങൾ സുഹൃത്തുമായി അകന്നെന്നിരിക്കട്ടെ. ഇരുവർക്കും അതൃപ്തിയായിരിക്കുന്ന സമയത്താണ് ഈ പുഷ്പം എറിയുന്നതെങ്കിലോ അതൊരു അപമാന ചിഹ്നമായി സുഹൃത്ത് തീരുമാനിക്കും. മാത്രമല്ല, ചിന്തകൾ കാടുകയറുകയും ചെയ്യും. സുഹൃത്ത് ചിന്തിച്ചേക്കാം, ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് അവന് നന്നായിട്ട് അറിയാം. റോസാ പുഷ്പത്തിന്റെ ഞെട്ടിലുള്ള മുള്ളുകൊണ്ട് എന്റെ കയ്യിലോ കാലിലോ മുറിവ് ഉണ്ടാക്കുകയായിരിക്കും അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ മുറിവ് പഴുക്കുകയും ചിലപ്പോൾ എന്റെ അവയവം തന്നെ മുറിക്കുകയും ചെയ്യാമല്ലോ. നോക്കൂ, ചിന്തകളിലുള്ള വ്യത്യാസം. രണ്ടവസ്ഥകളിലും ഉണ്ടായിരുന്ന വ്യക്തികൾ ഒന്നു തന്നെ, പുഷ്പവും ഒന്നു തന്നെ. സുഹൃത്തായിരിക്കുന്ന അവസ്ഥയിൽ ഏതു സമീപനവും പ്രവൃത്തിയും അനുകൂല മനോഭാവത്തോടു കൂടി സ്വീകരിക്കുന്നു. എതിർപ്പുള്ള സാഹചര്യത്തിൽ ഏതു പ്രവൃത്തിയും പ്രതികൂലമായേ നമ്മൾ എല്ലാവരും കാണുകയുള്ളൂ. എല്ലാം നമ്മളുടെ മനസ്സിന് തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ശത്രുവായപ്പോൾ റോസ് സംശയത്തിന് കാരണമാവുകയും സുഹൃത്തായപ്പോൾ അതേ റോസ് തന്നെ നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരികയുമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ദൗർബല്യമായ കോപത്തെ കുറിച്ച് ഞാൻ പറയാം. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത്? കോപത്തിലൂടെ നിങ്ങളിലെ ഊർജം പാഴിലാകുന്നു, ക്രമേണ ദുർബലനുമായി തീരും. മാസങ്ങളിലൂടെ നിങ്ങൾ കഴിച്ചിട്ടുള്ള ആഹാരത്തിൽ നിന്നും ശേഖരിക്കപ്പെട്ട ഊർജം ഒരൊറ്റ കോപം കൊണ്ട് ചോർന്നു പോകും. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കോപാകുലനാക്കുന്നതെന്ന് തീർച്ചയായും തിരക്കണം. ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി അയാളോട് ദേഷ്യമുള്ളവരാകും. ഒരു നിമിഷം ശാന്തമാവുക. ശാന്തമായിട്ട് ആലോചിക്കൂ, നിങ്ങളിലെ കുറവോ തെറ്റോ ഒരാൾ ചൂണ്ടിക്കാണിച്ചു തന്നതിൽ എന്തിനാണ് നിങ്ങൾ അയാളോട് ദേഷ്യപ്പെടുന്നത്? ഇനി നിങ്ങൾ കുറ്റക്കാരനല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനാൽ എന്തിനു വിഷമിക്കണം? എന്റെ തല കഷണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കോപിഷ്ഠനാവുകയേ ഇല്ല. കാരണം ആ പറയുന്നത് സത്യമല്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാമല്ലോ. എന്റെ തലയിൽ നിറയെ മുടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ ഞാൻ എന്തിനവരോട് ദേഷ്യപ്പെടണം? അത് സത്യമാണല്ലോ. അതായത് മുടിയുള്ള ബാബ എന്ന് വിളിച്ചാലും കഷണ്ടി ബാബ എന്ന് വിളിച്ചാലും കോപിഷ്ഠനാകേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ദേഷ്യം വരില്ല. ആർക്കും നിങ്ങളെ ശല്യപ്പെടുത്താനും സാധിക്കില്ല. സായിരാം. സായിരാം, അനുഭവം പറഞ്ഞോളൂ മോളെ. എന്റെ വീട് മഞ്ചേരിയാണ്. എന്നെ കല്യാണം കഴിച്ചതാണ് കുറ്റിപ്പുറത്തേക്ക്. എന്റെ അമ്മ ശോഭ ശങ്കർ ഈ ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അമ്മയിൽ കൂടെ ആണ് ഞാൻ സ്വാമിയെ കേൾക്കുന്നില്ല. സായിരാം, കുറച്ച് മാറി അറിയുന്നതും 1900 കേൾക്കുന്നുണ്ടോ? എന്റെ അമ്മയ്ക്ക് സ്വാമിയോടുള്ള ഇഷ്ടവും ബഹുമാനവും സ്വാമിയെ ഈശ്വരനായി അംഗീകരിക്കാനുള്ള ആ കഴിവും കണ്ടത് വളർന്നതാണ് എനിക്ക് എന്റെ സ്വാമിയെ ഒരുപാട് ഇഷ്ടമാവാൻ കാരണം. അതേപോലെ തന്നെ അതുകൊണ്ട് എന്റെ അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ അച്ഛൻ എന്റെ അമ്മയെ എല്ലാ പ്രോഗ്രാമിനും വിടുമായിരുന്നു. അന്ന് ഗൃഹശാന്തി ഭജന, സമിതിയിലുണ്ടായിരുന്ന ഭജന, ആ ഭജന പരിപാടികളിലൊക്കെ അച്ഛൻ വിടും. അപ്പൊ അച്ഛനോട് ഞാൻ അമ്മയോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങളും അമ്മ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് സ്വാമി തന്ന ചെറിയ 2 അനുഭവങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് പങ്കിടുന്നത്.
ഒരു 8ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് വളരെ വേദന ഉള്ള ഒരു തലവേദന വന്നിട്ടുണ്ടായിരുന്നു. തീരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വേദന കൊണ്ട് വേദന മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, മരുന്ന് കുടിച്ചു, ഒന്നും ഒരു ഭേദം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തി. ഡിഗ്രി സെക്കൻഡ് ഇയറിൽ എത്തിയപ്പം ഒരു ദിവസം കോളേജിൽ നിന്ന് ഇതേപോലെ ഈ തലവേദന വന്നപ്പോ എങ്ങനെയൊക്കെയോ സഹിച്ച് വീട്ടിലെത്തിയപ്പോ അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം വെച്ചാൽ പ്രത്യേകത എന്താ വെച്ചാല് ഞങ്ങളുടെ വീട്ടില് വെള്ളിയാഴ്ചയാണ് സ്വാമിയുടെ ഭജന നടത്തുക. തിങ്കളാഴ്ച ഒരു വീട്ടില്, ചൊവ്വാഴ്ച ഒരു വീട്ടില്, അങ്ങനെയാണ് ഭജന വരിക. അപ്പം ഭജന എന്ന് പറയുമ്പം അത് സ്വാമി വീട്ടിലേക്ക് വരുന്ന പോലെയാണ് നമ്മള് ഒരുക്കുന്നത്. കാരണം പൂമാല കെട്ടും, പിന്നെ വിളക്കെല്ലാം വൃത്തിയാക്കി വെക്കും, വീടെല്ലാം വൃത്തിയാക്കി സ്വാമിയെ എങ്ങനെയാണ് ഇതിലേക്കുന്നത് അതേപോലെയാണ് ചെയ്യാം. അപ്പൊ എനിക്ക് അമ്മേനെ ഒന്നും സഹായിക്കാൻ കഴിയണില്ല. കാരണം ഈ തലവേദന കാരണം എനിക്ക് നീട്ടി നിൽക്കാൻ തന്നെ കഴിയുന്നില്ല. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ അമ്മേ. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം, നീ എന്നെ സഹായിക്കൊന്നും വേണ്ട, നീ പോയി കിടന്നോ, ഭജന തുടങ്ങാറാവുമ്പോ ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു. വേറെ കുറച്ചു പേരൊക്കെ ഭജനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി കിടന്നു. അപ്പൊ ഒരു 6:15 അഷ്ടോത്തരൊക്കെ തുടങ്ങുക. 6:15 അമ്മ വന്ന് വിളിച്ചു, എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, നീ സ്വാമി റൂമിൽ വന്ന് അവിടെ ചുമര് ചാരി അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ചുമര് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമ്മ അർച്ചന കഴിഞ്ഞ് ഭജന ചെല്ലാൻ പറഞ്ഞു. ഒരു ഭജന എന്റെ അടുത്ത്, നീ ഒന്ന് ചെല്ലി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജഗദീശ്വരി ദയാകരോമ എന്നുള്ള ഭജന വയ്യ, എന്നാലും ചുമര് ചാരിയും ഇങ്ങനെ ചെല്ലിങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജഗദീശ്വരി ദയാകരോമ, ശിവശങ്കരി കൃപാകരോമ, സായിശ്വരി രക്ഷാകരോമ എന്നിങ്ങനെ പാടുമ്പോ പെട്ടെന്ന് എന്റെ തലേന്റെ ഇവിടെ ഇങ്ങനെ ഒരു തണുപ്പ് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ട് പിന്നെ എന്റെ കൈ ഇങ്ങനെ തലോടി, എന്റെ തല ഇങ്ങനെ തലോടി ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് പരട്ടിയുടെ ഭാഗത്തുമ്പോ തല ഒരൊറ്റ വ്യക്തിക്ക് അങ്ങോട്ട് വെട്ടിച്ചു. അപ്പൊ അതോടുകൂടി അല്ലാതെ ഇരുന്നതാണല്ലോ, എന്താ അപ്പൊ ഇത്ര പെട്ടെന്ന് ഭജന പാടുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഭജന കഴിഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ സ്വാമിയാണ് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ തലവേദന മാറ്റി തന്നത്, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഗ്രഹം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കും ഭയങ്കര ആശ്വാസമായി. സ്വാമിയോടായിരുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ 10-23 വർഷമായി, ഇതുവരെ പിന്നെ എനിക്ക് ആ തലവേദന ഉണ്ടായിട്ടേ ഇല്ല. അതാണ് എന്റെ ഒരു അനുഭവം. ഇനി അടുത്തത് ഞാന് പിന്നെ അടുത്തൊരു അനുഭവം എന്ന് പറഞ്ഞാല് മണപ്പുറം ഫിനാൻസില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ജൂനിയർ അസിസ്റ്റന്റ് ട്രെയിനി ആയിട്ടായിരുന്നു അവിടെ കയറിയത്. അങ്ങനെ പ്രൊമോഷനോട് കൂടി എനിക്ക് അവിടെ മാനേജർ പോസ്റ്റ് വരെ എത്തി. അങ്ങനെ മാനേജറായിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് രാമനാട്ടുകര ബ്രാഞ്ചിൽ നിന്ന് ഒരു കോള് വന്നു. അവിടുത്തെ മാനേജർ എന്നെ വിളിച്ചതായിരുന്നു. നിങ്ങളുടെ ബ്രാഞ്ചില് അബ്ദുൾ നാസർ എന്ന് പറഞ്ഞ ഒരാൾ ഗോൾഡ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അഡ്രസ് ഒന്ന് പറയൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റത്തിൽ അടിച്ചു നോക്കിയപ്പോ അഡ്രസ് പറഞ്ഞത് അബ്ദുൾ നാസർ, പുത്തൻ വീട്ടിൽ ഹൗസ്, മമ്പാട്. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് ഗോൾഡ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ആ മാഡം പറഞ്ഞു, എന്നാലും ആ ഗോൾഡ് ഒന്ന് ചെക്ക് ചെയ്യൂട്ടോ, അത് ഗോൾഡ് അല്ല അയാൾ വെച്ചിരിക്കുന്നത്, അയാൾ സ്പ്യൂരിയസ് ആണ് വെച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ അത് കേട്ടതോടുകൂടി ആകെ അങ്ങ് തല കറങ്ങി ഇരുന്ന ഒരവസ്ഥയായി പോയി. എന്താ ഇപ്പൊ ചെയ്യാ? അപ്പം ലിസ്റ്റ് എടുത്ത് നോക്കി ഞാൻ എത്ര ഗോൾഡാണ് അവർ. അപ്പൊ നോക്കുമ്പോ ഒത്തിരി വളകളും വെച്ചിട്ടുണ്ട്, പിന്നെ ചെയിൻ അങ്ങനത്തെ. പക്ഷെ വളകളാണ് കൂടുതലായിട്ട് അയാള് വെച്ചിരിക്കുന്നത്. മാഡം പറഞ്ഞു, അയാൾ ഇവിടെ ഗോൾഡ് വെക്കാൻ വന്നപ്പോ അയാളെ പിടിച്ചിട്ടുണ്ട്, അതില് എന്തോ സെർട്ടൺ പെർസെന്റേജ് ഏറ്റവും ഗോൾഡും. അപ്പൊ അങ്ങനെയാണ് അവരായിട്ട് ടീം ഉണ്ടാക്കിട്ട് അങ്ങനെ ഇങ്ങനെ പണയം വെക്കാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാ, ആകെ കൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. കാരണം നമ്മള് വയസ്സെന്നാ അത്ര അധികമായിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടുമില്ല. അവിടെ ഇരുന്നു. അപ്പൊ എന്റെ ബ്രാഞ്ചിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ വന്ന് ചോദിച്ചാൽ എന്താ രീതി, എന്താ പറ്റി? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഗോൾഡ് വെച്ചിരിക്കുന്നത്, അവര് ഗോൾഡ് അല്ല വെച്ചിരിക്കുന്നത്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ഈ ഗോൾഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ മണപ്പുറം
അവരൊന്ന് ഷെയർ ചെയ്യില്ല. സ്റ്റാഫിന്റെ പേരിലാണ് ഈ എത്ര ബാധ്യത ഉണ്ടോ വെച്ചാല് അവരെ സ്റ്റാഫ് ഷെയർ ചെയ്യണം. കമ്പനിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ ഗോൾഡ് എടുക്കുന്ന ആളും കെട്ടിവെക്കുന്ന ആൾക്കും ഒരു സർട്ടൺ പെർസെന്റേജ്, അവർ 10,000 വരെ അവർക്ക് അതിന്റെ ബാധ്യത ഉണ്ടാവുള്ളൂ. 10,000 to 20,000 വരെ അസിസ്റ്റന്റ് മാനേജർക്കാണ് സ്പ്യൂരിയസ് ഒക്കെ വെച്ചാലുള്ള ബാധ്യത. 20,000-ന് മുകളിലുണ്ടെങ്കിൽ എല്ലാം മാനേജറുടെ തലയിലാണ് വരിക. അപ്പം ഏതായാലും ഗോൾഡ് ഒന്നും പുറത്തേക്ക് എടുത്തു ഞങ്ങള്, കാരണം ആരൊക്കെയാ വെച്ചത് എന്നൊക്കെ അറിയണല്ലോ. അപ്പം ഗോൾഡ് സേഫ് എന്നെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ച് നോക്കിയപ്പോ അധികം വെച്ചിരിക്കുന്നത് ഞാൻ തന്നെയാ. ഞാൻ ആ സമയം അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ, പിന്നെ മാനേജർ ഇല്ലാത്ത സമയത്ത് ആ ടൈലും കൂടി ഞാനാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ബാധ്യത വരുന്നത്. ബാങ്കിൾസ് ആണെങ്കിൽ ഒരുപാട് വളകളും ഉണ്ടാലും. അപ്പൊ ശരിക്കും തല കറങ്ങി. എന്താ വീട്ടിൽ പറയാനും പറ്റില്ല, കാരണം നമ്മളുടെ ഒരു അവസ്ഥ അങ്ങനെയായി പോയി. സ്റ്റാഫ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ആരെയപ്പോ എന്താ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഉണ്ടായിരിക്കാം, എന്താ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ വീട്ടിൽ പറയാൻ ഒരു പേടി. കാരണം ഇതിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാല് വീട്ടില് ജോലി ചെയ്തിട്ട് കുറച്ചെങ്കിലും ക്യാഷ് വീട്ടിലൊക്കെ കൊടുത്ത് അവരൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതിപ്പം ഉള്ള ബാധ്യത മുഴുവൻ അവരെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ ഇപ്പൊ അത് പോയത്. അപ്പൊ അതും താങ്ങാൻ കഴിയണില്ല. ആദ്യമൊന്നും ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഹെഡ് ഓഫീസ് എല്ലാ ബ്രാഞ്ചിലും ഈ വിവരം അറിഞ്ഞു. കാരണം ഇങ്ങനെ ഒത്തിരി ഗോൾഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഹെഡ് ഓഫീസിന്ന് റീജിയൻ മാനേജറും ഒത്തിരി പേര് വന്നു ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ട് ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം എന്റെ അടുത്ത് ചോദിച്ചു, ഗോൾഡ് എല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങൾ വെച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് അവരെ അറിയാം, പക്ഷെ അവര് നല്ലൊരു കസ്റ്റമർ ആയിരുന്നു, അവരിങ്ങനെ ചെയ്യുന്നു അതുമല്ല കണ്ടുപിടിക്കാനൊക്കെ കഴിയൂല. കുറച്ച് സർട്ടൺ പെർസെന്റേജ് ഗോൾഡും ബാക്കി ചെമ്പും ആണല്ലോ, നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണില്ല. അത് ആസിഡിലൊന്നും അങ്ങനെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറും അവരെല്ലാരും കൂടി ഈ കസ്റ്റമറെ വീട്ടിൽ പോയി. കാരണം അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോ അയാൾ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. ഇത്രാമത്തെ ഡേറ്റില് വന്നിട്ട് ഞങ്ങള് ഫുള്ള് എടുത്തോളാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം സാറ് മുദ്രപേപ്പറിലൊക്കെ സൈൻ ചെയ്യിച്ചു. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കോടതി കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു വിധ പേടിക്കേണ്ട കേട്ടോ, അയാൾ എടുക്കുന്നാ പറഞ്ഞത്. അപ്പൊ ആശ്വാസായി. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഗോൾഡ് എടുത്തോണ്ട് പോവുമല്ലോ, അപ്പൊ ഡേറ്റിന് അയാൾ വരും, അപ്പൊ നിങ്ങൾ ഗോൾഡ് സെറ്റിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡേറ്റ് ആയി, ഞങ്ങൾ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അയാള് വരുമല്ലോ, ഗോൾഡ് സെറ്റിൽ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആ ഡേറ്റും കഴിഞ്ഞു, പിറ്റേന്നും എല്ലാം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് അയാള് വരുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ, അതൊക്കെ കൂടി വിഷമായി. ഞങ്ങക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ വിചാരിക്കും എന്റെ സ്വാമി എന്താണ് ഇത് ചെയ്യാ, ഇത്രയും പൈസയൊക്കെ ഞാൻ എവിടുന്ന് കൊണ്ടടയ്ക്കാനാണ്, എന്താ ആകെ ഒരു ചീത്തപ്പേരും ആയില്ലേ ഇതായിട്ട്. അപ്പം എന്റെ അമ്മ കുറച്ച് ബോൾഡ് ആണല്ലോ. അപ്പൊ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു, അച്ഛനും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ വിഷമം പറഞ്ഞാൽ ചിലപ്പോ അയാൾ അടച്ചിട്ടില്ല, നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ പാരന്റ്സ് ഞങ്ങൾ എല്ലാവരും കൂടി അയാളുടെ വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്കാണ് ഇതിന്റെ ബാധ്യത മുഴുവൻ, നിങ്ങൾ എന്താ. അപ്പൊ അയാള് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ വന്ന് എടുത്തോളാം, നിങ്ങളൊന്നും ഞങ്ങൾ ചതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റ് വന്നെടുക്കാന്ന് പറഞ്ഞു. ആ ഡേറ്റിനും അയാൾ വന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ആകെ ഇതായിപ്പോയി. പിന്നെ ഹെഡ് ഓഫീസിലും മനസ്സിലായി അയാള് എടുക്കാൻ വരില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അവർ ഹെഡ് ഓഫീസിന് എന്തായാലും ഫുൾ ഗോൾഡ് ഫ്രീസ് ചെയ്തു. ഇനി അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കൊണ്ടുപോയിട്ട് ഉള്ളത് ഗോൾഡ് ഉരുക്കുക, എന്നിട്ട് ഉള്ള കേട്ടൂടല്ലോ, പോയി കേൾക്കുന്നില്ല. ക്യാഷ് അവര് മണപ്പുറം എടുക്കും. ബാക്കി എത്രയാണോ ബാധ്യത വന്നിരിക്കുന്നത് അത് ഞങ്ങളുടെ സ്റ്റാഫ് ഡിവൈഡ് ചെയ്യണം. എന്നോട് പറയാണ് എന്താ സ്വാമി ചെയ്യാ, ഇതിപ്പം ഞാൻ സ്വാമിനോട് പറയാണ്, സ്വാമി എന്താ ചെയ്യാ. അപ്പൊ അമ്മയും അച്ഛനൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്തായാലും ഗോൾഡ് എടുക്കില്ല, ഇനിയിപ്പം എത്ര ബാധ്യതയാണ് അതിൽ വരികയെന്നും അതും നിശ്ചയമില്ല. അപ്പം ഹെഡ് ഓഫീസിന്
ഇത് ഓർഡർ വന്നു അങ്ങോട്ട് ഗോൾഡ് കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പം സ്റ്റാഫും എല്ലാവരും കൂടി, എന്റെ അമ്മേനെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, സ്വാമി ഉണ്ടല്ലോ എല്ലാം ശരിയാക്കി തരും. പക്ഷെ അതൊന്നും അവിടെ അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് സ്വാമിക്ക് എന്താ ചെയ്യാൻ കഴിയുക? കാരണം ഇതിപ്പോ ഇത്രയും ബാധ്യത ഉണ്ടാവുമ്പോ എങ്ങനെയാ ഇപ്പൊ സ്വാമി ഇതിലിപ്പോ എന്താ ചെയ്യാൻ കഴിയുക? സ്വാമിനൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പം പിറ്റേന്ന് ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടു. അപ്പൊ ഞാനും എന്റെ അസിസ്റ്റന്റ് മാനേജറും കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, മലബാർ ഗോൾഡ് എന്താ പറയാ ഒരു ഡിറ്റക്ടർ മെഷീൻ ഉണ്ട്, അതിൽ എത്ര പെർസെന്റ് എന്നാ നമുക്കൊരു സമാധാനമാണല്ലോ, എത്ര പെർസെന്റേജ് ഗോൾഡ് ഉണ്ട് എന്ന് അറിയാലോന്ന്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഗോൾഡൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് മലബാർ പോയി. അപ്പൊ അവിടെ ചെക്ക് ചെയ്തപ്പോ പറഞ്ഞു ഇതിലാകെ 25% ഗോൾഡേ ഉള്ളൂ, ഇനിയിപ്പോ അഥവാ കൂടിയാൽ 35% വരെ ഉണ്ടാവും, അല്ലാതെ അതിൽ കൂടുതൽ ബാക്കിയൊക്കെ ചെമ്പാണ് കുട്ടികൾ. അവർക്കും സങ്കടം ഞങ്ങളുടെ ഒരു അവസ്ഥ കണ്ടിട്ട്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ആ ഗോൾഡിന് നമ്മൾ പ്ലെയിൻ വളയാകുമ്പം 100% 98% ക്യാഷ് കൊടുത്തു പോവും. അതാണ് ആ വളയ്ക്കുള്ള പ്രത്യേകത. അപ്പൊ ഇത്രയും 98% അന്നൊക്കെ 3000-4000 രൂപയൊക്കെ ഉള്ളൂ പവന്. അത്ര 2800 വെച്ചിട്ട് അത്രയും പവന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരുപാട് ബാധ്യത ഞങ്ങളെ തലയിൽ വരാൻ പോണത്. അങ്ങനെ ഗോൾഡ് കൊണ്ടുപോയി. ആ സമയത്താണ് തിരൂര് ഒരു പ്രോഗ്രാം ഉണ്ടായത്. അപ്പൊ ഞാൻ കരിമാഷ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്, എന്താ ചെയ്യാ? കരിമാഷ ഒന്ന് സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കൂ, അല്ലാതെ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടുന്ന് റിപ്പോർട്ട് വന്നു, ഹെഡ് ഓഫീസിൽ നിന്ന്. അപ്പൊ നോക്കുമ്പോ അതിലിങ്ങനെ ഒരു 12,000 ഇങ്ങനെ എന്താ എഴുതിയിരിക്കുന്നു, ഇത്രയാണ് ലയബിലിറ്റി എന്നുള്ളത്, ബാധ്യത എന്നുള്ളത്. അപ്പൊ ഞാന് അപ്പൊ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, രവി ഇത്രയ്ക്കാണല്ലോ ബാധ്യത പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി 12,000 എന്നാവല്ലോ, 1,20,000 രൂപയായിരിക്കും ബാധ്യത, അല്ലാതെ ഇപ്പൊ ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ, ഒരു 25% അല്ലേ ഗോൾഡ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ വരുന്നത്? അപ്പൊ അത് ഞങ്ങൾക്ക് 12,000 രൂപ അതിൽ ബാധ്യത വന്നിട്ടുള്ളൂ. അതെങ്ങനെ തിരിഞ്ഞു മറിഞ്ഞത് ഇതിലേക്ക് എത്തിയതെന്ന് ഇതുവരെ അത് സ്വാമി അവിടെ എന്തോ ആ ഗോൾഡ് ഉരുക്കുന്ന സമയത്ത് കളിച്ചു എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാം. കാരണം അത്രയും നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാമിയുടെ അടുത്ത്. 98% വരെ ഞങ്ങൾ എമൗണ്ട് കൊടുത്തിരിക്കുന്ന അതില് എല്ലാവരും പറഞ്ഞു 25-30 വെച്ച ആളടക്കം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് 75% ഒക്കെ ആ ബാംഗിൾസില് ആ വളകളില് ഗോൾഡ് ഉണ്ടായിരുന്നു. അത്രയും സ്വാമി അവിടെ എന്തോ ഒരു കളി കളിച്ചിട്ട് ഞങ്ങളുടെ ബാധ്യത ഇത്രയും വലിയൊരു എമൗണ്ട് സ്വാമി അത് കുറച്ച് 12,000 ആ ബാധ്യത. അപ്പൊ ഞങ്ങൾ 4 പേരാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അത് എടുക്കേണ്ടത്. അപ്പൊ 4 പേരാകുമ്പോ നമുക്ക് താങ്ങാവുന്ന ഒരു ബാധ്യതയിലേക്ക് സ്വാമി എത്തിച്ചു തന്നു. അങ്ങനെ അപ്പൊ 12,000 ഞങ്ങളുടെ ബാധ്യത വന്നത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം. ഞാൻ സ്വാമിയുടെ അടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം സ്വാമിക്കല്ലാതെ വേറൊരാൾക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാനോ ഇത് ഇങ്ങനെ ആക്കാനോ ഒരിക്കലും കഴിയില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നിട്ടും കഴിഞ്ഞില്ല സ്വാമിയുടെ കളി. പിന്നെ അന്ന് ഉച്ചയായപ്പോണ്ട് ഒരാള് വന്നിരിക്കുന്നു ബ്രാഞ്ചില്. അപ്പം എന്റെ അടുത്ത് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് രബിത ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പോയി. അപ്പൊ പോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ ഈ ഗോൾഡ് വെച്ചൊരു നിസ എന്ന് പറഞ്ഞ കസ്റ്റമർ തന്നതാണ്. അപ്പൊ എനിക്ക് കുറച്ച് വളകൾ അയാൾ കൊടുത്തയച്ചിരിക്കുന്നു സ്വർണത്തിന്റെ. കാരണം അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്കാണ് ഈ ബാധ്യത ഉണ്ടാവുക വിചാരിച്ചിട്ടില്ല. അയാൾ കുറച്ച് വളകള്, നിങ്ങളുടെ ബാധ്യത തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അപ്പൊ നിങ്ങൾക്ക് ഉള്ളത് കുറച്ചെങ്കിലും തീർന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് 10-12 വളകള് ഇതിന്റെ ടൈപ്പിലുള്ള വളകൾ ഞങ്ങളടുത്ത് എടുത്തിട്ട് നിങ്ങൾ അത് ഉരുക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അതോടുകൂടി സത്യം പറഞ്ഞാൽ അവിടെ ബോധം കെട്ടില്ല എന്നേ ഉള്ളൂ. കാരണം ഉള്ള ബാധ്യത ആകെ 12,000 ബാധ്യത തന്നു. അതിന്ന് പിന്നെ ഇവരുടെ വക ഞങ്ങൾക്കുള്ള വേറൊരു ഗിഫ്റ്റ് പോലെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോ നമ്മുടെ സ്വാമിക്ക് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ ഇങ്ങനെ ഒരു കളി കളിക്കാൻ പറ്റുള്ളൂ. സ്വാമിക്ക് തുല്യ സ്വാമി മാത്രമല്ല. നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നമ്മളങ്ങനെ ചുറ്റിയിരിക്കും. പക്ഷെ വിടാതെ നമുക്ക് കിട്ടിയൊരു അമൂല്യ നിധിയാണ് നമ്മുടെ സ്വാമി. ആ വിടാതെ നമ്മൾ പിന്തുടർന്നാലേ നമുക്ക് സ്വാമി തന്നെ നമുക്കുള്ള എല്ലാ വഴികളും കൊണ്ടുതരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഈ ഗ്രൂപ്പിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു പറയാൻ അവസരം തന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജയ് സായിരാം. സായിരാം. വീഡിയോ ഓഫ് ചെയ്തേരെ.
రామ రా ఆ మా అనేటువంటి మూడక్షరంలో ఉండినటువంటి ఒక అంతరార్థమును అగ్ని బీజము, సూర్య బీజము, చంద్ర బీజము అని దీని మూడు అర్థములు. When we take 3 letters here, Rama, Ra, Ama, they stand for 3, the fire, the sun and the moon. సూర్య బీజం అనేటువంటిది అంధకారం అనేటువంటి అజ్ఞానమును దూరము గావిస్తుంది. This primal sound of the sun dispels the darkness of ignorance. చంద్ర బీజము అనేటువంటిది లోనున్నటువంటి తాపమును చల్లార్చి చల్లదానాన్ని చేకూరుస్తుంది. The primal sound of the moon indicates that it pacifies all mental agitations and gives us all coolness and comfort. అగ్ని బీజము అనేటువంటిది అజ్ఞానమును నాశనము గావిస్తుంది. That of the fire indicates that illusion is burnt. ఈనాటి మానవునకు For the modern man, అజ్ఞానము దూరము గావించటము, that he is to be cut off from అంధకారమును ignorance. వేరు చేయటము, The darkness has to be dispelled హృదయమును చల్లబరచటము, and the heart has to be pacified. వీటిని అసతోమా సద్గమయ, తమసోమా జ్యోతిర్గమయ, మృత్యోర్మా అమృతం గమయ అని ఈ మూడు తాపములను కూడా నువ్వు చల్లార్చేటువంటిది ఈ రామనామము. It's Rama's name that satisfies all these 3 prayers, that will take us to truth from untruth, that will take us to the light from darkness and from death to immortality. രാം രവിത ഭജന പാടിക്കൊള്ളൂ. സായിരാം രവിത ചെയ്യണ്ടല്ലോ, വീഡിയോ വീഡിയോ വേണ്ട, പാടിക്കൊള്ളൂ. ഗോവിന്ദ ഗോപാല ഘനശ്യാമ നന്ദ ഗിരിധര ഗോവിന്ദ ഗോപാല ഘനശ്യാമ നന്ദ മനമോഹന മധുസൂദന ഹേ മാധവ മനമോഹന മധുസൂദന ഹേ മാധവ ദാമോദര ജരാ മുരളീ ദാമോദര ജനാ മുരളീ മനമോഹര നമോ സായിനായ നമോ സത്യ നാരായണായ നമോ സായിനാരായണായ നമോ സത്യ നാരായണായ നമോ സായി നാരായണായ നമോ സായി നാരായണായ ഗിരിധര ഗോവിന്ദ ഗോപാല ഘനശ്യാമ നന്ദലാല മനമോഹന മധുസൂദന ഹേ മാധവ ദാമോദര ജനാർദ്ദന മുരളീ മനമോഹന നമോ സായിനായ നമോ സത്യ നാരായണായ നമോ സായിനാരായണായ നമോ സത്യ നാരായണായ നമോ സായി നാരായണായ നമോ സായി നാരായണായ ഗിരിധര
ഗോവിന്ദ ഗോപാല ഘനശ്യാമ നന്ദന. സായിരാം. സരം സായി ഉപമ. ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ അപാരത അളക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ മഴയ്ക്കു വേണ്ടി ദാഹിക്കുന്ന വയലിലെ വിളയെ നോക്കുക. സാധുക്കൾ അവർക്ക് സ്വാദിഷ്ടമായ ജലം ഉൾക്കൊള്ളുവാനോ മേഘങ്ങളിലേക്ക് എത്തുവാനോ സാധിക്കുകയില്ല. അവയ്ക്ക് ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കാനും മാത്രമേ സാധിക്കൂ. വിദൂരമായ സമുദ്രത്തിൽ നിന്നും മേഘങ്ങൾ ജലം കൊണ്ടുവന്ന് മഴ വർഷിക്കുന്നു. അപ്പോൾ വിള ഹരിതവും ഹൃദ്യവുമായി തീരുന്നു. ഈശ്വരൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് വാടിപ്പോയ ജീവിതങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. ജയ സായിരാം. 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 നാളത്തെ സായിരാം. പാരായണം ശ്രീമതി ബേബി കണ്ണൻ, മഞ്ചേരി. നാളത്തെ പാരായണം ശ്രീമതി ബേബി കണ്ണൻ, മഞ്ചേരി. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.